ഞങ്ങളിന്ന് ഈ കുടുംബത്തെ സന്ദർശിക്കാനായിട്ടാണ് എത്തിയത്. അവരുടെ വേദനകളും പ്രയാസങ്ങളിലും പങ്കാളിയാകാനാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂറും നമ്മുടെ സ്ഥല MLA ശ്രീ M. വിൻസെൻറ്റും ഞാനും ഇവിടെ എത്തിയത്. വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അവർക്ക് നഷ്ടപ്പെട്ട ഒരു വിലപ്പെട്ട ജീവനാണ്, അവരുടെ സ്വന്തമാണ്. തീർച്ചയായിട്ടും ആ വേദനയിൽ ഞങ്ങളും പങ്കാളികളാവുകയാണ്. എപ്പോഴും പ്രതീക്ഷ കൈവിടിയാതെ സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാനും ഫിഷറീസ് മന്ത്രിയും കൂടി കോസ്റ്റൽ പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ സംസാരിച്ചു. അതിൻ്റെ IG ശ്രീ അക്ബറുമായിട്ട് സംസാരിച്ചു. ഇപ്പോഴും തെരച്ചിൽ നടക്കുകയാണ്. നമ്മുടെ നീണ്ടകരയിൽ ഇന്നലെ ഞാൻ നീണ്ടകരയിൽ പോയിരുന്നു. നീണ്ടകരയിലും ഒരാളിനെ കാണാനായിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ സെർച്ച് നടക്കുകയാണ് അവിടെയും. പിന്നെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ, കടലിൽ പോയി പരിചയമുള്ള ആളുകളെ കൂടി ഈ കോസ്റ്റൽ പോലീസ് കൂട്ടിയിട്ടുണ്ട്. ഇന്നും ആ സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ 3, 4, 5 ദിവസം കഴിഞ്ഞൊക്കെ ആളുകൾ തിരിച്ചു വന്ന സംഭവങ്ങൾ ഇവിടെയുണ്ട്. അതെ, ഇദ്ദേഹം തന്നെ വന്നിട്ടുണ്ട്. പല ആളുകളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷ കൈവടിയാതെ തന്നെ ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുടുംബത്തിൻ്റെ വിഷമം ഞങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും ആ വിഷമം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യും. ഫിഷറീസ് മന്ത്രി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഞങ്ങൾ സംസാരിക്കും. കാരണം അവർക്ക് കുറച്ച് പ്രൊസീജിയർ ഡിലേ ഉണ്ട് ഈ കാര്യത്തിൽ. ബോംബെ അനുവാദം വേണം, പിന്നെ തയ്യാറായി. അപ്പോഴത്തേക്ക് നമ്മുടെ ടൈം പാസ്സായി പോകും. ഗോൾഡൻ അവർ ഇല്ലാതിൻ്റെ സമയത്ത് തന്നെ വരത്തക്ക നിലയിലുള്ള ഒരു സംവിധാനം അത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ ബന്ധപ്പെടും. ഇപ്പോൾ മാത്രമല്ല, പല സന്ദർഭങ്ങളിൽ ഇതാണ് വരുന്നത് പ്രശ്നം. ആ പെട്ടെന്നുള്ള നടപടി ഉണ്ടാകാത്തതാണ് ഇവിടെ പ്രശ്നം. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് കോസ്റ്റൽ പോലീസാണ്. കോസ്റ്റൽ പോലീസ് പല പരിമിതികളുണ്ട്. കുറേ മാറ്റങ്ങൾ അതിൽ വരുത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നം, വാഹനങ്ങൾ, ബോട്ട് തുടങ്ങിയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ, അവരുടെ സഹായം അതാണ്. കാരണം മറ്റാരേക്കാൾ കൂടുതൽ കടലറിയാവുന്നവർ അവരാണ്. അപ്പം അവരുടെ സഹായം കൂടി തേടാനുള്ള ശ്രമം നടത്തുക. ഈ അപകടം നടന്ന 5 മന്ത്രി ജില്ലയുടെ ചുമതലയുള്ള CP ആദ്യം എത്തുന്നത്, വിൻസെന്റ് MLA എത്തുന്നത്. അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച മറൈൻ ആംബുലൻസിന് ഇന്ധനം നിറച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. മറൈൻ ആംബുലൻസ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്നതാണ്. അതെല്ലാം അറ്റകുറ്റപ്പണികൾ ഒരുപാട് ആവശ്യമുണ്ട്. എഞ്ചിൻ അടക്കം തകരാറിലാണെന്നുള്ളതാണ്. മറൈൻ ആംബുലൻസിൻ്റെ കാര്യത്തിൽ ഇവിടെ സംസാരിച്ച അലൈൻമെൻറ്റ് തന്നെ മോശമാണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതൊക്കെ പരിശോധിച്ച് നന്നാക്കി എടുക്കണം. ഇപ്പം ഒരിക്കലും അദ്ദേഹം അങ്ങനെ നടത്തില്ല. മുഖ്യമന്ത്രി അങ്ങനെ ഒരിക്കലും, അദ്ദേഹം തീരദേശവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾ തന്നെയാണ്. അപ്പം അങ്ങനെ ആരും ഒരിക്കലും തീരദേശത്തെയോ തീരദേശവാസികളെയോ ഒരിക്കലും അവഹേളിക്കില്ല. തന്നെയല്ല, ഇപ്പം മണ്ണെണ്ണയുടെ കാര്യത്തിൽ പോലും, ഭവന നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ പോലും, വീടുകളുടെ അറ്റകുറ്റപ്പണിയോ അദ്ദേഹമല്ലേ ബഡ്ജറ്റിൽ ഇതെല്ലാം പ്രഖ്യാപിച്ചു. വാണിയുള്ള സമയത്ത് പൈസ കൊടുക്കാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള കാര്യം എങ്ങനെയെങ്കിലും ഈ സെർച്ച് ശക്തിപ്പെടുത്തി ആളിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. അതാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്.